ഞാൻ മുൻപ് സാക്ഷരതാ പ്രേരക്മാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി 2 വീഡിയോസ് ചെയ്തിരുന്നു. ഇത് അവസാനത്തെയും മൂന്നാമത്തെയുമായിട്ടുള്ള വീഡിയോ ആണ്. ഇനി ഇതിൽ വീഡിയോ തൽക്കാലം ചെയ്യുന്നതല്ല. 2 വീഡിയോ ചെയ്തിരുന്നപ്പോൾ വ്യാപകമായി പ്രേരകന്മാരും പൊതുസമൂഹവും അത് കാണുകയും നിരവധി പേർ കമൻറ്റ് ബോക്സിലൂടെയും വ്യക്തിപരമായും നല്ല നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മെസ്സേജാണ് ഇതിൽ നൽകുന്നത്. ഈ മെസ്സേജ് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ സാക്ഷരതാ ഡയറക്ടറും സാക്ഷരതാ സമിതിയുടെ സംസ്ഥാന ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന സമിതി. ആ സമിതിയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും എല്ലാവരും അറിയുന്നതിനാണ് ഈ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നത്. ഒന്നാമത്തെ നിർദ്ദേശം, ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തലങ്ങളിൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള തസ്തികകൾ സൃഷ്ടിക്കണം. അത് പെർമനൻ്റ് തസ്തികകളായിരിക്കണം. അതിനൊരു ശമ്പള സ്കെയിൽ നിശ്ചയിക്കണം. പെർമനൻ്റ് ആയിട്ടുള്ള തസ്തിക നിശ്ചയിക്കണം. പ്രേരക്മാരുടെ പേര് അടിയന്തരമായി പുനർനിർവചിക്കണം. സാക്ഷരതാ ഓഫീസറെന്നോ അല്ലെങ്കിൽ സാക്ഷരതാ കോർഡിനേറ്ററെന്നോ സാക്ഷരതാ ഫെസിലിറ്റേറ്ററെന്നോ അങ്ങനെ തുടങ്ങി നിരവധി പേരുകൾ, ഏത് പേരായാലും അത് അവരുമായിട്ട് കൂടി ചർച്ച ചെയ്ത് കുറേ പേരുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലേറ്റവും നല്ല പേര് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് അവരുടെയും കൂടി ഒരു അവകാശം കൊടുക്കുക. നല്ലൊരു പേര് കിട്ടണം. കാര്യം നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നല്ലൊരു പേര് കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു സർക്കാർ സംവിധാനത്തിൽ നല്ലൊരു പേര് തന്നെ ഒരു ഗമയാണ്. അപ്പോൾ നല്ലൊരു പേര് അവർക്ക് ഇട്ട് കൊടുക്കുക അവരുടെ പോസ്റ്റിന്. മൂന്നാമതായി, അവർക്ക് മറ്റാനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ശമ്പള സ്കെയിൽ ഫിക്സ് ചെയ്യുമ്പോഴും അവർക്ക് പെൻഷൻ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ EPF നൽകണം. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നൽകുകയാണെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ EPF നൽകണം. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഹെൽത്ത് പരിപാടികൾ അവർക്ക് കൊടുക്കാൻ പറ്റിയാൽ അതിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ESAയിൽ ഉൾപ്പെടുത്തുക. അത് ഏത് മോഡിലാണ് ഇനി അവരെ പെർമനൻ്റ് ആക്കുക എന്നതനുസരിച്ചാണ് ഇത് വരുന്നത്. കോമ്പൻസേറ്ററി ലീവ് കൊടുക്കണം, കോമ്പൻസേറ്ററി അലവൻസ് കൊടുക്കണം. ഞായറാഴ്ച ഉൾപ്പെടെ അഡീഷണൽ ജോലി ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ അഡീഷണൽ ബെനിഫിറ്റ് കൊടുക്കണം. നിർബന്ധമായും എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകളിലും ചെറിയൊരു ഓഫീസ് സംവിധാനം അവർക്ക് ആലോചിക്കണം തൽക്കാലം. പക്ഷെ കുറച്ചങ്ങോട്ട് വളരുമ്പോൾ 1 വർഷമോ 2 വർഷമോ കൊണ്ട് കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ ആരംഭിക്കണം. എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ആരംഭിക്കാവുന്നതാണ്. ആ കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്ററിൽ അത് നടത്തിക്കൊണ്ട് പോകേണ്ടത് അതിൻ്റെ പ്രധാന ചുമതല സാക്ഷരതയുടെ പ്രവർത്തകർക്കായിരിക്കണം. എന്നാൽ അവിടെ നമുക്ക് ആശാ വർക്കേഴ്സും അതുപോലെ തന്നെ മറ്റ് കുടുംബശ്രീയും മറ്റ് സന്നദ്ധ സംഘടനകളായിട്ടുള്ള വരുന്ന ഏജൻസികൾക്കും പഞ്ചായത്തിൽ സന്നദ്ധമായി പ്രവർത്തിക്കാൻ വരുന്നവരും ഇത്തരത്തിലുള്ള ഏജൻസികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാവുന്നതാണ്. അതിനൊരു ട്രെയിനിങ് ഹാളും ഓഡിയോ വീഡിയോ വിഷ്വൽ സംവിധാനമുള്ളൊരു ട്രെയിനിങ് ഹാളും അത്യാവശ്യം മറ്റ് ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, ഒരു ചെറിയ ലൈബ്രറിയും ചെറിയ റീഡിംഗ് റൂമും എല്ലാം കൂടെ ചേരുന്ന, പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ സീനിയർ സിറ്റിസൺസിന് എല്ലാവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വരാൻ പറ്റുന്ന ചെറിയ പാർക്കും അത് അവർക്ക് വ്യായാമം ചെയ്യാനുള്ള സംവിധാനം കൂടെ ചേർന്നാൽ വളരെ സമഗ്രമാകും. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ എല്ലാ പഞ്ചായത്തിലും ഉണ്ടാകേണ്ടതാണ്. അതിന് പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റ് വെക്കാം, ജില്ലാ പഞ്ചായത്തിൻ്റെ കുറച്ച് പൈസ മേടിക്കാം, സംസ്ഥാന സർക്കാരിൻ്റെ കുറച്ച് പൈസ മേടിക്കാം, സാക്ഷരതാ മിഷൻ്റെ കുറച്ച് പൈസ മേടിക്കാം. ഇനി ഇതെല്ലാം നല്ല പക്ക പ്രൊജക്റ്റാക്കി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കൊടുത്ത് അവരിൽ നിന്നും കുറച്ച് പൈസ മേടിക്കാം. അതിനും ബുദ്ധിമുട്ട് വന്നാൽ CSR ഫണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസ് ഫണ്ടിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പണം വാങ്ങിയും ഇത് ചെയ്യാൻ പറ്റും. ഇനി അതിനും ബുദ്ധിമുട്ട് വന്നാൽ PPP ആയിട്ട്, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു 10-15 ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഏതെങ്കിലും ഓപ്ഷൻ എടുത്തുകൊണ്ട് കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്ററുകൾ തുറക്കണം. അതുവരെ സാക്ഷരതാ പ്രേരകന്മാർക്ക് താൽക്കാലികമായി ഓഫീസ് നൽകണം. അവർക്ക് മേശ, കസേര, അലമാര മിനിമം ഇരുന്ന് കാര്യങ്ങൾ അവർക്ക് വെച്ച് ഫയലും അതും ഇതൊക്കെ വെച്ചിട്ട് പോകാനും ഒക്കെ സ്ഥലം വേണമല്ലോ. അപ്പോൾ അത്തരം സംവിധാനങ്ങൾ താൽക്കാലികം കൊടുക്കുക. പിന്നെ തുടർന്ന് ഞാൻ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്ററിലോട്ട് തുടർന്ന് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ
സർവീസ് ആനുകൂല്യങ്ങൾ ഞാൻ ഓരോന്നായി പറഞ്ഞു. പിന്നെ ശമ്പളം ശമ്പളം ഈ സ്വാഭാവികമായിട്ട് ഒരു താരിഫിലേക്ക് വരികയാണെങ്കിൽ, സ്കെയിലിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഏകീകരിക്കപ്പെടും, ശമ്പളം ഏകീകരിക്കപ്പെടും. പിന്നെ ബ്ലോക്ക് തല കോർഡിനേറ്റർമാരെ ഇപ്പോൾ വയ്ക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നും ബ്ലോക്കിലെ ജനറൽ ഫണ്ടിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ഒരു വാദം. അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കാണും. ബ്ലോക്ക് പഞ്ചായത്ത് ഇരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത്, ആ ഗ്രാമപഞ്ചായത്തിലെ പ്രേരക്കിനെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളിനെ വയ്ക്കുകയും അവർ ആ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന ബ്ലോക്കിലെ കാര്യങ്ങൾ കൺസോൾട്ടേറ്റ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനുമുള്ള ഒരു ചുമതല നൽകാവുന്നതാണ്. അതൊരു പുതിയ നിർദ്ദേശമാണ്, അത് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ നോഡൽ പ്രേരക്മാരെ തിരിച്ചു കൊണ്ടുവന്ന് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിക്ക് ചെയ്യേണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ നല്ല സംവിധാനം ഉണ്ടാക്കേണ്ടതാണ്. നോഡൽ പ്രേരക്മാരെ ഞാൻ പറഞ്ഞ പേര് മാറ്റി ബ്ലോക്ക് തലത്തിൽ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഐഡിയൽ, ഏറ്റവും നല്ലത്. ഇനി ബ്ലോക്ക് തലത്തിൽ, ഗ്രാമപഞ്ചായത്ത് തലത്തിൽ കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻ്റർ ഉണ്ടാകും പോലെ ബ്ലോക്ക് ലെവലിൽ കുറച്ചുകൂടി സ്ഥലവും കാണും, അവർക്ക് കുറച്ചുകൂടി പണവും ഉണ്ടായിരിക്കും. ബ്ലോക്ക് ലെവലിലും നല്ല കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻ്ററുകൾ തുറക്കാവുന്നതാണ്. ജില്ലാ തലത്തിലും കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻ്റർ തുറക്കേണ്ടതാണ്. ആ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൊച്ചു ഓഫീസിലാണ് ഇരിക്കുന്നത്. അവരും അങ്ങനെ സുഖം പിടിച്ചിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാം, അടുത്ത ആളുകളെ കാണാം, ഉദ്യോഗസ്ഥന്മാരെ കാണാം, മീറ്റിങ്ങിന് പോകാൻ എളുപ്പമുണ്ട്. അതല്ല അവരുടെ ജോലി. അവർ കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻ്റർ എന്നുള്ള നിലയിൽ ഡിസ്ട്രിക്ട് ലെവൽ കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻ്റർ എന്നുള്ള ഒരു ക്യാമ്പസിലേക്ക് പോകണം. അപ്പോൾ 14 ജില്ലകളിൽ 14 ചെറിയ ക്യാമ്പസുകൾ ഉണ്ടാവണം. ആ ക്യാമ്പസുകളിലായിരിക്കണം സാക്ഷരതാ മിഷൻ്റെ ഓഫീസുകൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അല്ലാതെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗം തന്നെയാണ്, ഭരണപരമായ ഭാഗം തന്നെയാണ്. പക്ഷേ ഇരിക്കേണ്ടത് ജില്ലാ പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങിൽ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്, മാറിയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തെ അങ്ങനെ സെറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമതൊരു പ്രശ്നമുള്ളത്, ഇവരുടെ ജോലിയെ സംബന്ധിച്ച് പലപ്പോഴും പ്രശ്നം വരുന്നത് ഈ ഡെയിലി വേസ് ആക്കുന്നതും വർക്കുമായി ബന്ധിപ്പിക്കുന്നതൊക്കെ വരുന്നത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ധാരണയുടെ പുറത്തായിരിക്കും, അല്ലെങ്കിൽ അതർ വർക്ക് ചെയ്യുന്നു എന്നുള്ള ധാരണയുടെ പുറത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനൊരു പെർഫോമൻസ് ഇൻഡെക്സ് കൊണ്ടുവരികയും എല്ലാ മാസവും അതുകൂടി അവർ ഫില്ല് ചെയ്ത് വിടുന്ന രീതിയിൽ അവർ ആ ഫോറം കൂടി ഫില്ല് ചെയ്ത് വിട്ടാൽ മതി. എത്ര ക്ലാസ് എടുത്തു, എത്ര സെമിനാർ സംഘടിപ്പിച്ചു, എത്ര പ്രോഗ്രാം നടത്തി, പിന്നെ അതുപോലെ തന്നെ എത്ര പഠിതാക്കളെ ചേർത്തു, ആ കാര്യങ്ങളൂടി അയച്ചാൽ മതി അവർ. അത് സാലറിയുമായിട്ട് ക്ലബ് ചെയ്യേണ്ട കാര്യമല്ല. അതും കൂടി ഒരു മന്ത്ലി കൺസൾട്ടേറ്റ് ചെയ്യുക. അത് പഞ്ചായത്ത് തലത്തിലുള്ളത് ഒരു 1-ാം തീയതി അയക്കുക, 2-ാം തീയതി 3-ാം തീയതി ബ്ലോക്ക് തലത്തിലേക്ക് കോർഡിനേറ്റ് ചെയ്യുക, ഒരു 5-ാം തീയതിക്കകത്ത് ജില്ലയുടെ കോർഡിനേറ്റ് ചെയ്ത് 10-ാം തീയതിക്കകത്ത് സാക്ഷരതാ മിഷൻ അയച്ചു കഴിഞ്ഞാൽ ഒരു 15 കമ്പ്യൂട്ടർ വഴിയാണല്ലോ. അപ്പോൾ കമ്പ്യൂട്ടർ ആകുമ്പോൾ എല്ലാം വാരി കെട്ടി അയക്കേണ്ട, ഇതെല്ലാം സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്താൽ മതി. സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 15-ാം തീയതി ആകുമ്പോൾ എല്ലാ മാസം 15-ാം തീയതി ആകുമ്പോൾ ഒരു കൺസൾട്ടഡ് റിപ്പോർട്ട് പോലെ സംസ്ഥാന സാക്ഷരതാ മിഷന് അറിയാൻ പറ്റും, ഇതെന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റും. പിന്നെ സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ഓഫീസിൽ വീഡിയോ കോൺഫറൻസ് സംവിധാനം കൊണ്ടുവരിക. അത് തന്നെ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുകളിലും വീഡിയോ കോൺഫറൻസ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ താഴെയും ചെയ്യാൻ പറ്റും, പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും വീഡിയോ കോൺഫറൻസ് സംവിധാനം തന്നെ കൊണ്ടുവരാൻ പറ്റും, പലയിടത്തും ഉണ്ട് ഇപ്പോൾ. അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു IT-യുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു സാധ്യത കൂടി ഇതിനകത്ത് പ്രയോജനപ്പെടുത്തണം. പിന്നെ ഈ സാക്ഷരതാ പ്രേരകന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് വേറെ ചില കൊട്ടേഷൻസും പരിപാടികൾക്കും ഉണ്ട്. ഈ കൊട്ടേഷൻ എന്ന വാക്ക് ഉദ്ദേശിച്ചത് നല്ല അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ വേറെ ചില കാര്യങ്ങൾ നിങ്ങൾ ഏറ്റുപിടിക്കാറുണ്ട്. കിലയുടെ ഫാക്കൽറ്റി ആയിട്ട് പോവുക, ചെറിയ പൈസ കിട്ടും. SCRTയുടെ ഫാക്കൽറ്റി ആയിട്ട് പോവുക, IMGയുടെ ഫാക്കൽറ്റി ആയിട്ട് പോവുക, പഞ്ചായത്തിന് മറ്റ് ഫാക്കൽറ്റി ആയിട്ട് പോവുക. അങ്ങനത്തെ പരിപാടികൾ ചെയ്തിട്ട് സാക്ഷരതാ പ്രവർത്തനം നടത്താതിരിക്കുന്ന ഒരുപാട് പ്രേരകന്മാരെ എനിക്കറിയാം. ഞാനിത് പബ്ലിക്കായി പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താനല്ല, പക്ഷെ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ദയവായി അതെല്ലാം നിങ്ങൾ മതിയാക്കുക. നിങ്ങളുടെ ജോലി ഇതൊന്നുമല്ല. നിങ്ങളുടെ ജോലി ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അതായത് എഞ്ചിനീയറിൻ്റെ പേര് തരാത്ത നിങ്ങൾ എഞ്ചിനീയർ പഠിച്ചിട്ടില്ലാത്തതാണ്. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തരേണ്ട പേര് സോഷ്യൽ എഞ്ചിനീയർ എന്നുള്ളതാണ്. എഞ്ചിനീയർമാർ പിണങ്ങുമെന്നുള്ളതുകൊണ്ട് ആ പേരിടുന്നില്ല, ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ നടത്തുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അതിലേക്ക് നിങ്ങൾ ഉയരണം. അല്ലാതെ നിങ്ങൾ ഇപ്പോഴും ചെറിയ ശമ്പളം കിട്ടുന്നു, അതിന് കിട്ടട്ടെ, അല്ലെങ്കിൽ അപ്പുറത്ത് പോയി കുറേ പരിപാടികൾ ഏറ്റെടുത്ത് എല്ലാ കൊട്ടേഷനും കൂടെ എടുത്തുകൊണ്ട് പോകരുത്. നിങ്ങളുടെ പണി കൃത്യമായി ചെയ്യുക. നിങ്ങൾ സാക്ഷരതയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. സമ്പൂർണ്ണ സാമൂഹ്യ വിദ്യാഭ്യാസ പരിപാടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. തുല്യതാ പരിപാടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വിവിധ സാക്ഷരതാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക. ഇങ്ങനെ 3-4 ഹെഡിൽ നിങ്ങൾ വലിയ വലിയ പരിപാടികൾ എടുക്കണം. ഈ ഒരു നിർദ്ദേശം എല്ലാ ഗ്രാമപഞ്ചായത്തിലും വിവിധ വകുപ്പുകളിലെ, ഇപ്പോൾ കൃഷി, ആരോഗ്യം, ഊർജം, വെള്ളം, കുടിവെള്ളം, അങ്ങനെ തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ സംവിധാനങ്ങളുണ്ടായിരിക്കും. ഇവരെയൊക്കെ കൂടെ സഹായിക്കുന്നതിന് വേണ്ടി റിട്ടയർ ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ലിറ്ററസി മിഷനിൽ നിന്ന് റിട്ടയർ ആയവർ തന്നെ ഉണ്ടാവും.
ഈ പ്രവർത്തന ഏജ് കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് ഏജ് കഴിഞ്ഞിട്ടുള്ള പ്രേരക്മാരുണ്ടാവും. അവരെയൊക്കെ വെച്ചുകൊണ്ടൊരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊരു സാക്ഷരതാ കമ്മിറ്റി ഉണ്ടാക്കുന്നത് നല്ലതാണ്. അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഉണ്ടാവണം, ജില്ലാ അടിസ്ഥാനത്തിൽ ഉണ്ടാവണം, സംസ്ഥാന അടിസ്ഥാനത്തിലും ഒരു ടെക്നിക്കൽ കമ്മിറ്റി. ഇന്നിപ്പോൾ ഉള്ള ഒരു അഡ്വൈസറി ബോർഡിന് പുറമെ നല്ലൊരു ടെക്നിക്കൽ കമ്മിറ്റി ഇവിടെ ഉണ്ടാവുന്നത് നന്നായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ വലിയൊരു ഫോറം ആയിരിക്കും അത്, വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി. അപ്പോൾ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ പഞ്ചായത്തിൽ ഈ ക്യാമ്പയിനുകൾ എടുക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ പഞ്ചായത്തുകൾ സ്വന്തമായ ഓഫീസ്, ശമ്പള സ്കെയിലിൽ സ്ഥിര ഉദ്യോഗസ്ഥർ, അവരെ സഹായിക്കാൻ കമ്മിറ്റി, പറ്റുന്ന സ്ഥലങ്ങളിൽ ക്യാമ്പസ്, മറ്റ് ആനുകൂല്യങ്ങൾ, വളരെ മനോഹരമായി ജോലി ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ 25 വർഷം ജോലി ചെയ്യുന്ന ഇറങ്ങിപ്പോകുന്നൊരു സാക്ഷരതാ പ്രേരക്ക് ഒരു പൊന്നാടയും കിട്ടും, ഒരു ട്രോഫിയും കിട്ടും. അത് പഞ്ചായത്തുമായിട്ട് തർക്കത്തിലോ വടക്കിലോ പഞ്ചായത്ത് പ്രസിഡന്റിനോ സെക്രട്ടറിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതും കിട്ടത്തില്ല. അങ്ങനെ അങ്ങ് വീട്ടിൽ പോവുകയാണ്, നിങ്ങൾക്ക് ഒരു പൈസയും കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ റിട്ടയർ ആകുന്ന റിട്ടയർമെൻ്റ് എന്ന് പറയാനൊന്നും പറ്റത്തില്ല, കാരണം നിങ്ങൾ അങ്ങനെ ഒരു സർവീസ് കേഡറിലുള്ളവരല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പണമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ സംവിധാനങ്ങൾ ഏർപ്പെടുത്താം. സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ EPF പോലുള്ള സംവിധാനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ പൈസ തന്നെ കുറച്ച് അടച്ച്, നിങ്ങളും സർക്കാരും ഒക്കെ അടച്ച്, നിങ്ങൾക്കത് പിരിഞ്ഞു പോകുമ്പോൾ കുറച്ച് പൈസ കയ്യിൽ കിട്ടത്തക്ക രീതിയിൽ ചെയ്യാൻ പറ്റും. ഗ്രാറ്റുവിറ്റി പോലെ കുറേ പണം കിട്ടും. അപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്യണം നിങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം പറ്റിയ ഒരു കമ്മിറ്റി സംസ്ഥാന അടിസ്ഥാനത്തിൽ ഉണ്ടാവട്ടെ. ഒരു സബ് കമ്മിറ്റി, ചെറിയൊരു കമ്മിറ്റി സംസ്ഥാന അടിസ്ഥാനത്തിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ മുൻകൈ എടുത്ത് വയ്ക്കുക. ഡയറക്ടറും വേറെ 1-2 പേരെയും കൂടി എടുത്ത് വെച്ച് മിനിസ്റ്ററുടെയൊക്കെ ഒരു അനുവാദത്തോടു കൂടി വയ്ക്കുക. അവർ കുറേ ശുപാർശകൾ കൊണ്ടുവരിക, അത് ചർച്ച ചെയ്യുക, അത് സാക്ഷരതാ പ്രേരകന്മാരുമായിട്ട് കൂടി ചർച്ച ചെയ്യുക. പിന്നെ പ്രേരകന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ 2 യൂണിയൻ ഉണ്ട്, പിന്നെ യൂണിയനിൽ ഇല്ലാത്തവരുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുക. നിങ്ങളൊരു വർഗ്ഗബോധത്തിൽ ഒന്നിച്ച് നിൽക്കുക. ഇപ്പോൾ തന്നെ ഞാൻ യൂട്യൂബ് വീഡിയോ ഇട്ടിട്ട് നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടില്ല. അത് കാണണം, എൻ്റെ യൂട്യൂബ് വീഡിയോ കാണണം എന്നുള്ളതിനല്ല ഞാനിത് അവസാനമായി പറയുന്നത്. പക്ഷേ ഒരു വർഗ്ഗബോധത്തിൻ്റെ പ്രശ്നമുണ്ട്, ഒരു യൂണിറ്റിയുടെ പ്രശ്നമുണ്ട്. നിങ്ങൾ ഒന്നിച്ച് നിൽക്കുക, നിങ്ങൾ ഒറ്റ കാര്യങ്ങൾ ആലോചിക്കുക, മറ്റ് പരിപാടികളൊക്കെ മതിയാക്കുക, സാക്ഷരതയുടെ ക്യാമ്പയിനുകൾ ആരംഭിക്കുക. നിങ്ങൾക്ക് വലിയ സാധ്യതയാണുള്ളത്. ധാരാളം പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തൊഴിൽ സംരംഭങ്ങൾ ചെയ്യാൻ പറ്റും, സാക്ഷരത വിവിധ വിഷയങ്ങളിലെ സാക്ഷരത എടുക്കാൻ പറ്റും, തുല്യത എടുക്കാൻ പറ്റും, സ്ത്രീകളെ ബാധിക്കുന്ന പ്രത്യേക വിഷയങ്ങൾ എടുക്കാൻ പറ്റും, കുട്ടികളെ ബാധിക്കുന്ന വിഷയങ്ങൾ എടുക്കാൻ പറ്റും, സീനിയർ സിറ്റിസനെ ബാധിക്കുന്ന വിഷയങ്ങൾ എടുക്കാൻ പറ്റും. ആ തരത്തിലേക്ക് നിങ്ങൾ ഉയരുക, നിങ്ങളെ ഉയർത്തുക. ഇതാണ് ഉയരാൻ നിങ്ങൾ തയ്യാറാവുക, ഉയർത്താൻ സർക്കാർ പദ്ധതികൾ കൊണ്ടുവരിക. ഇതാണ് എനിക്ക് അവസാന വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി.